നമസ്കാരം. രാജ്യസ്നേഹികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. വിഷയം ഒന്ന് മാത്രമാണ്. ഭീകരവാദികൾ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കൾ പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. ഏത് പ്രദേശത്താണോ താൻ പ്രവർത്തിക്കുന്നത് ആ പ്രദേശത്ത് താൻ എപ്പോഴും സുരക്ഷിതമായിരിക്കും, അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ടവർ സുരക്ഷിതമായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇവർ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിഞ്ഞാട്ടം അത് എത്രത്തോളം വലിയ രീതിയിലാണെന്നുള്ളത് നമ്മൾ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സായ സമയത്തെല്ലാം രാജ്യത്ത് എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെ പേരിൽ ദില്ലി കലാപം വരെ സൃഷ്ടിക്കുകയും അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കുകയും മതപരമായിട്ടുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലെയുള്ള ഭീകരവാദ ശക്തികൾ, PFI പോലെയുള്ള സംഘടനകൾ, ഇവരുടെ കാര്യകർത്താക്കൾക്ക് രാജ്യവ്യാപകമായിട്ട് ഇതുപോലെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന രാജ്യത്തെ മുഴുവൻ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരുടെയും സ്വത്തുവകകൾ കണ്ട് കെട്ടുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിൽ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ PFIയുടെ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തൊട്ടു മുന്നോടിയായിട്ട് PFIയുടെ സംസ്ഥാന കാര്യകർത്താക്കളെയും ദേശീയ കാര്യകർത്താക്കളെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ നടത്തിയ ഒരു ഹർത്താലിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരയാണ് ഈ സംസ്ഥാനത്ത് നടന്നത്. പ്രത്യേകിച്ച് സർക്കാർ വാഹനങ്ങൾ, KSRTC അടക്കമുള്ള വാഹനങ്ങൾ അടിച്ചു തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് PFI നേതാക്കന്മാരുടെ കൈകളിൽ നിന്ന് തന്നെ കണ്ടുകെട്ടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇത് സർക്കാർ ഇത് മുൻകൈയെടുക്കാതെ ഇരുന്ന ഒരു സാഹചര്യം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ പിണറായി വിജയന്റെ ഈ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തത്. ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന് എടുക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തീഹാർ ജയിലിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഭീകരവിരുദ്ധ സംവിധാനമായിട്ടുള്ള NIA കൊണ്ടുപോയ ഈ ഭീകരവാദികളുടെ സ്വത്തുവകകൾ ഇപ്പോഴും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കൂടാതെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭീകരവാദികൾ എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് അവർക്ക് സുഖവാസത്തിൽ കഴിയാനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു രീതി അതവർ എപ്പോഴും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അബ്ദുൽ നാസർ മദനി അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ ജയിലിൽ പോയാലും അവരുടെ സ്വത്തുവകകൾ എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനോടകം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ PFI എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അവർ ഇന്ന് തിഹാർ ജയിലിൽ കഴിയുന്ന ആളുകളാണെന്നറിയാം. അവരുടെ എല്ലാം സ്വത്തുവകകൾ കണ്ടുകെട്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് സർക്കാരിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തിന് പുറത്തു പോയും അവിടെയും ഭീകരവാദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഭീകരവാദികളെ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള സക്കീർ നായിക് അടക്കമുള്ള ഭീകരവാദ നേതാക്കന്മാർ, ഈ സക്കീർ നായിക്കിനൊക്കെ വലിയ രീതിയിൽ ചില പ്രഭാഷകന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ചിലേറ്റി നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് പോലും, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അവിടെ സന്ദർശനത്തിനെത്തിയ ഇന്ത്യക്കാരെ പോലും ആക്രമിക്കാൻ വേണ്ടി അവിടെയുള്ള ഭീകരവാദ ശക്തികൾ തയ്യാറാവുകയും അവരെ ഈ അക്രമത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ പോലും പരസ്യമായിട്ട് പറഞ്ഞത് തങ്ങളെ ഈ ഒരു സംവിധാനത്തിലേക്ക് ആകർഷിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണക്കാരൻ യഥാർത്ഥത്തിൽ സക്കീർ നായിക് കാണുന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഉടനടി ഇവിടെ നിന്ന് ഇന്ത്യ മഹാരാജ്യം വിട്ട് ഇങ്ങനെ മലേഷ്യയിലേക്ക് പറന്നിരുന്നു. മലേഷ്യയിൽ ഇപ്പോൾ സുരക്ഷിതമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സക്കീർ നായിക്കിന്റെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ അടക്കുകയും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംവിധാനം, മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന സംവിധാനത്തിനെ പൂട്ടിടുകയും അതിലെ ഏകദേശം 5000 കോടി രൂപ സർക്കാർ കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഒരു സാഹചര്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ രീതിയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച PFI പോലെയുള്ള ഒരു
ഭീകരവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ അടക്കം ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉടനടി ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത്, ജയിലിൽ കിടന്ന് അവശത അനുഭവിക്കുന്ന PFIയുടെ അബൂബക്കർ എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവുണ്ട്. ഇങ്ങർക്ക് പുറത്തേക്ക് വരാനായിട്ട് രോഗശയ്യയിലാണ്. താൻ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് തനിക്കിപ്പോൾ അവിടെ വസിക്കാൻ പറ്റുന്നില്ല, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ക്യാൻസർ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ടോ, താൻ ഏതെങ്കിലും രോഗം ബാധിച്ചിട്ട് അവശനായിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പറഞ്ഞിട്ടോ ഭീകരവാദ കേസിൽ അകപ്പെട്ടിരിക്കുന്ന താങ്കൾക്ക് ജാമ്യം അനുവദിക്കാനായിട്ട് തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന PFIയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള അബൂബക്കറിനോട് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. രാജ്യത്ത് ഭീകരവാദ ശക്തികൾക്ക് വേരോട്ടമുള്ള പല സംസ്ഥാനങ്ങളും ഉണ്ടെങ്കിലും അതിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണെന്നതിൽ തർക്കമില്ല. ISIS എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് ഒരു വലിയ രീതിയിലുള്ള വേരോട്ടം ഉണ്ടാവുകയും 100 മുകളിൽ ആളുകൾ സിറിയയിലേക്കും ഇറാഖിലേക്കും ലെബനോനിലേക്കും എല്ലാം IS ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് പോയിരുന്നു. അത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ IS ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ISന്റെ ഭാഗമായിട്ട് ആളുകൾ നിലനിന്നിട്ടുള്ളത് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളതടക്കം കേരളത്തിലുള്ള ആളുകളാണെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തതിന്റെ പേരിൽ തന്നെയായിരുന്നു ഭീകരവാദികൾക്ക് ഇവിടെ ഇതുപോലെ ഒരു സംവിധാനം ഒരുക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. 2014 BJP സർക്കാർ അധികാരത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതിലും വലിയ ദുരന്തമായിട്ട് മാറിയേനെ. കാരണം കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാതെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് 1-2 ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പരസ്യ പ്രചരണം കൊടുത്ത് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു 2004 മുതൽ 2014 വരെ UPA സർക്കാർ, കോൺഗ്രസ് സർക്കാർ ഇവിടെ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിനെല്ലാം എത്രത്തോളം വലിയ രീതിയിൽ ഏതെല്ലാം വലിയ തരത്തിലുള്ള വിലയാണ് നമ്മുടെ രാജ്യം നൽകേണ്ടി വന്നത് എന്നുള്ളത് തുടരെ ഏറ്റവും പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിൽ നിരന്തരമായിട്ട് നടന്ന സ്ഫോടനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 100 കണക്കിന് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യങ്ങൾ ഈ ഭീകരവാദികളുടെ ഭീകരാക്രമണ പരമ്പരകളിൽ നിന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് ഭീകരവാദ ശക്തികളെ വേട്ടയാടി തോൽപ്പിക്കാൻ തന്നെയുള്ള തീരുമാനമെടുത്തുകൊണ്ട് മോദി സർക്കാർ നിരന്തരമായിട്ട് PFI ആണെങ്കിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ പല ഭീകരവാദ സംഘടനകളെയും നിരോധിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഭീകരവാദത്തിനെതിരെ വേട്ട എന്നുള്ള രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇതുപോലെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് ഇപ്പോൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തർക്കമില്ല. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ഭീകരവാദ ശക്തികൾ നമ്മുടെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നശിപ്പിച്ച് കളയാനുള്ള ശേഷിയിലേക്ക് ഇന്ന് രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളെ മാറ്റിയെടുത്തിരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ് മോദി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.